ഒറിജിനലുകളെ വെല്ലുന്ന ഡൂപ്പുകളുടെ കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, വ്യാജ മദ്യം, അതുപോലെ തന്നെ വ്യാജ CD, അങ്ങനെ പലതും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. വ്യാജ മദ്യം എന്ന് കേട്ടപ്പോൾ പലരുടെയും നാവിലൊക്കെ ഒന്ന് അടിച്ചോളാൻ വയ്യാത്തൊരു മൂഡിലാണല്ലേ. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും വിടില്ല, ആവശ്യമുള്ളവരൊക്കെ അടിക്കും. പക്ഷെ വ്യാജന അടിക്കരുത്, നല്ലതേ അടിക്കാവൂ, തിരഞ്ഞെടുക്കണം. ഇപ്പൊ ഈയിടെയായിട്ട് പുതിയൊരു ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, വ്യാജ സ്വാമിമാർ. ഒന്നല്ല, ഒരുപാട് പേര്. ഇപ്പം നമുക്കറിയാം, എറണാകുളത്തൊരു സ്വാമിയെ പൊക്കിയതിന് ശേഷം പല പല സ്ഥലങ്ങളിലാണ് അമിട്ട് പൊട്ടും പോലെയാണ് പല സ്വാമിമാർ ഇങ്ങനെ പൊങ്ങി പുറത്ത് ചാടിയിരിക്കുന്നത്. കാര്യം അതെല്ലാം വ്യാജന്മാരെന്ന് പറയാൻ പറ്റില്ല, നല്ലവരും ഉണ്ട്. പക്ഷെ ഈ നല്ലവരും ഡൂപ്പും ഇറങ്ങിയതുകൊണ്ട് ഏതാണെന്ന് നമുക്ക് ജനത്തിന് തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെ ഒരു സ്വാമിയെ, ഒരു വ്യാജ സ്വാമിയെ നമുക്ക് പരിചയപ്പെടാം. പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് വായിക്കൊള്ളാത്ത പേരാ. അയ്യോ, സ്വാമി വരാൻ സമയമായല്ലോ. സ്വാമി വരുന്നുണ്ട്. ശ്രീ സദാസമേകന്റെ തിരുവടി സ്വാമിയേക്ക് സ്വാഗതം. 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 എന്താ എന്നെ വെച്ച് ലേലം വിളിക്കുക? സ്വാമിയെ ഒരു വട്ടം, സ്വാമിയെ 2 വട്ടം, സ്വാമിയെ 3 വട്ടത്തിൽ ഉറപ്പിക്കാൻ പോവുക? അതല്ല സ്വാമി, സ്വാമി വരുമ്പോ ഒരു ഇതൊക്കെ ആയിരിക്കട്ടെ. എന്തൊക്കെ പൂർണ്ണ കുംഭത്തോടുകൂടിയുള്ള സ്വീകരണം എന്ന് പറഞ്ഞിട്ട് എവിടെടാ സുന്ദരിമാരായ കുട്ടികൾ മുന്നിൽ? അത് സ്വാമിയെ, അതായത് ഈ വ്യാജ സ്വാമിമാരിറങ്ങിയതിനു ശേഷം തറവാട്ടി പറഞ്ഞ ഒരൊറ്റ പെമ്പിള്ളേരെ അവരെ വീട്ടിൽ നിന്ന് അയക്കുന്നില്ല. അതുകൊണ്ടാ. അതേതാണ്? അതെന്റെ ഭാര്യ. ഓഹോ, അങ്ങനെയൊക്കെ തോന്നാൻ തുടങ്ങിയില്ലേ? എന്റേത് നിന്റേത് എന്നൊക്കെ. നിന്റെ അമ്മ ആരുടെ അമ്മയാടാ? സ്വാമീന്റെ അമ്മ. നിന്റെ അച്ഛൻ ആരച്ഛനാ? അയ്യോ, സ്വാമീന്റെ അച്ഛൻ. അന്റെ ഏച്ചി ആരേച്ചിയാ? സ്വാമീന്റെ ഏച്ചി. പിന്നെ ഇവള് മാത്രം എന്താണ്ട വ്യത്യാസം? നിന്റെ ഭാര്യ ആരെ ഭാര്യ? എന്റെ ഭാര്യ. അപ്പൊ സ്വാമീന്റെ ഭാര്യ എന്റെ ഭാര്യ. സ്വാമി, പോലീസ്! കൊറേ കാലമായി നിന്നെ ഞാൻ തേടി നടക്കുന്നു. അയ്യോ, കയ്യൊടുത്തിട്ടേ ഉത്തരാക്ഷത്ത് കവർ ചെയ്തതാണ്. ഈ സ്വാമിയായിട്ടും ആസാമിയായിട്ടും ഇവിടെ അങ്ങനെ വിലസുന്നത് ഞാൻ അറിയുന്നുണ്ട്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. 5 പൈസക്ക് ഗതിയില്ലാതെ ഊര് കണ്ടി നടക്കുന്ന നീ ഇന്ന് ലോകപ്രസിദ്ധൻ അല്ല? തീർച്ചയായും. പോലെ കാറ്, ഇഷ്ടം പോലെ തോഴിമാര്, വിദേശ പര്യടനം, പത്രമാധ്യമങ്ങൾ, നിന്റെ ഫ്രണ്ട് ഫോട്ടോ. ശരിയാ. ഇന്ന് ന്യൂയോർക്കിൽ നിന്ന് ഇറങ്ങുന്നേ ന്യൂയോർക്ക് ടൈംസിലുണ്ട് ഞാൻ മഠത്തിൽ ഉറങ്ങാന്ന് പറഞ്ഞിട്ട്. അതെല്ലേ? പൊളിച്ച തമാശ എടുത്താനല്ല സത്യം പറ. ഇതിന് പിന്നിലാറാ? എല്ലാം മുകളിലുള്ള ഒരാളാണ് സാർ. ഓടുമാറ്റണ ഗോപാലേട്ടനല്ല, ദൈവം. ദൈവം? ഏത് ദൈവം? ശിവൻ. ശിവൻ? ഏത് ശിവൻ? പരമശിവൻ. പരമശിവനോ? പരമശിവനോ? സത്യടാ? സത്യടാ. ഉറപ്പിക്കുക എന്നെ, അല്ലാതെ എന്താ ചെയ്യുക? പേരെന്താണ്? സദാസമേകഞ്ച തിരുപ്പതി സ്വാമി. സ്വാമി ശ്രീ കഠിനാനന്ദ എന്ന് വെച്ചാൽ? സദാസമേകഞ്ച തിരുപ്പതി സ്വാമി, സ്വാമി ശ്രീ കഠിനാനന്ദ. മനസ്സിലായില്ല? സദാസമേകഞ്ച തിരുപ്പതി സ്വാമി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കഞ്ചാവ് തരച്ച് വലിക്കലെന്നെ. സ്ത്രീ കഠിനാനന്ദ എന്ന് പറഞ്ഞാൽ എല്ലാ സ്വാമിമാരും സ്ത്രീകളെ കണ്ടാൽ കൈകൊണ്ട് ആശീർവദിക്കുക ചെയ്യുക, തൊടൂല. എനിക്ക് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് കടിച്ചാളണം. സ്ത്രീ കഠിനാനന്ദ. ആരെ കീഴിലായിരുന്നു നിന്റെ സന്യാസം? ശൃംഗേരി മഠാധിപതി വിശ്വതീർത്ഥ ചൈതന്യ മതി. എന്ത് വൃത്തചീർത്ത ചൈതന്യ മതി? എന്തു മതി എന്നല്ല, മതിയായി നടന്നപ്പോ ഞാൻ കൊണ്ട് പോന്ന. ഉറപ്പാണോ? ഓ, അത് ഉറപ്പാ. അല്ല, ഉറപ്പിക്കുക എന്നെ. ശബരിമലക്ക് എന്നെ പോയില്ല ഞാൻ, വെറുപ്പിക്കല്ലേ. ഇതിനു മുമ്പ് നിന്റെ പേരെന്താ? മുമ്പ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും. എന്ത്? നിങ്ങളുടെ സ്റ്റേഷനിൽ അധികാസം ഉണ്ടാവില്ലേ? എവിടെ? കള്ളിന്റെ കച്ചവടമൊക്കെ നടത്തി. സൂര്യൻ. മനസ്സിലായില്ല? ഓട്ട സൈബർ കുറുക്കൻ സൂര്യൻ KKVK. അങ്ങനെ പറ. കുറച്ച് നേരം നിന്നെ എവിടെയോ കണ്ട പരിചയം. ഞാനാണ് കുറുക്കൻ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിന്റെ അധിബുദ്ധി ആയിരിക്കും അല്ലേ? അല്ലല്ല, ചെറുപ്പത്തിലേ എനിക്കൊരു അസുഖമുണ്ട്. എന്ത്? വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ കൂക്കിട്ടു. അത് കുറുക്കന് മാത്രമേ ഉള്ളല്ലോ. അപ്പൊ നാട്ടുകാർ എനിക്കിട്ട പേരാണ് കുറുക്കൻ സൂര്യൻ. ഇത് എന്റെ ഒരു ഐഡന്റിറ്റിയാ. അപ്പൊ KKVK എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഞാൻ ഉപയോഗിക്കാറില്ലല്ലോ. KK എന്ന് പറഞ്ഞാൽ ഈ സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പേ ആരെ കണ്ടാലും പൈസ കടച്ചു വെച്ചാലും എല്ലാരും പറയും KK. കണ്ടാ കുടുങ്ങി. അപ്പൊ വീക്കോ? വാങ്ങാൻ കൊടുക്കൂല. എന്ന് മുതലാടാ നിന്റെ ഈ ആളെ പറ്റിക്കുന്ന പരിപാടി തുടങ്ങിയത്? അത് ഞാൻ ഈ സന്യാസത്തിന് മുമ്പ് ഞാൻ കഞ്ചാവും കള്ളൊക്കെ അടിച്ച് നടക്കുന്ന സമയത്ത്
വീട്ടിൽ ചെലവിന് പൈസ കൊടുക്കാതായപ്പം വീട്ടിൽ തന്നെ പിടിച്ച് പുറത്തു. ആ. എല്ലാ മക്കളും എൻ്റെ ഭാര്യയും എല്ലാവരും കൂടി പിടിച്ച് പുറത്താക്കി. അങ്ങനെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നാടൻ ചാരായം വെക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്, ശാന്തേടത്തി. ശാന്തേടത്തിൻ്റെ വീട്ടിലായി അവയം. ആരെങ്കിലും കള്ളു കുടിക്കാൻ വന്നാൽ അതിൽ ബാക്കിയുള്ളവർ എത്തി തരും, ഞാൻ കുടിച്ച് അവിടെ തന്നെ കിടക്കും, അവിടെ തന്നെ ചാർജ്. അങ്ങനെയാണ് ഒരു ദിവസം പപ്പടം വിജയൻ, ദിവ്യ പപ്പടം, അതാരാ പപ്പടത്തിൻ്റെ ഓണറാണത്. വിജയ് എന്നോട് പറഞ്ഞു, കുറുക്ക ഞാൻ ഇന്ന് രാത്രി 8:30 തൂങ്ങി മരിക്കും. ഞാൻ ചോദിച്ചത് എന്തിന്? എൻ്റെ ഭാര്യൻ്റെ 4 പവൻ്റെ ചെയിൻ കാണുന്നില്ല. ഭാര്യയുടെ വിചാരം ഞാനാണ് കട്ടെഴുത, ഞാൻ കട്ടിട്ടില്ല. ഇനി ഈ അപമാനം സഹിക്കാൻ പറ്റൂല, കറക്റ്റ് 8 മണിക്ക് മരിക്കണം വിചാരിച്ചാണ് എല്ലാവരും കാണുന്ന ഒരു സീരിയൽ ഉള്ളതിനെ കൊണ്ട് അതും കണ്ടിട്ട് 8:30 മരിക്കുന്നു. ഞാൻ പറഞ്ഞു, വിജയ ചെറിയ പ്രശ്നത്തിലൊന്നും മരിക്കരുത്. നീ 8:30 10 മിനിറ്റ് ഉള്ളപ്പം ജനവാദിന്റെ പിന്നിൽ വന്ന് നോക്കൂ, നിന്റെ ചെയിന് ജനവാദിന്റെ പിന്നിലുണ്ടാവും പറഞ്ഞു. നീ പറഞ്ഞു കറക്റ്റ് 8:30 10 മിനിറ്റ് ഉള്ളപ്പം വിജയം വന്നു നോക്കിയപ്പോ ആ ചെയിൻ അവിടെ. അതോടുകൂടി പപ്പടം വിജയ് എല്ലാവർക്കും കൊണ്ട് വിളിച്ചു പറഞ്ഞു, കുറുക്കൻ സൂര്യൻ ഉൾവിളി വന്നിക്കണ്, പറയുന്നൊക്കെ കറക്റ്റാണ്. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നിട്ടേയില്ല. അത് നിനക്കെങ്ങനെ മനസ്സിലായടാ അവിടെ മാല പോയിട്ടുണ്ട്, അവിടെ ഉണ്ടോന്ന്? തലേന്ന് ഞാൻ തന്നെ കണ്ടുപിട്ടത്. പിന്നീട് വിജയനായിട്ടുള്ള ബന്ധം? വിജയൻ എന്റെ പ്രഥമ ശിക്ഷനല്ലേ. ശിഷ്യൻ പറഞ്ഞാല് ജനസമുദ്രങ്ങളല്ലേ പിന്നീട് എന്റെ മഠത്തിലേക്ക് പ്രവഹിക്കുന്നത്. അവരെയൊക്കെ ക്യൂ പാലിക്കല വിജയന്റെ പണി. വിജയൻ ആരാ? പണ്ടത്തെ പപ്പടം വിജയനല്ല, സ്വന്തമായിട്ട് പഴയ ഒരു അംബാസഡർ കാറിലാണാ ഞാൻ കൊടുത്താ. എന്താ പഴയ അംബാസഡർ പുതിയത് കൊടുത്തൂടാ? അല്ല ആളെ ഞാൻ പുതിയത് ആർക്കും കൊടുക്കൂല. ഞാൻ അല്ല വിജയന്റെ ഭാര്യയായിട്ടുള്ള ബന്ധം തനിക്ക്? ഭാര്യ എന്റെ പ്രഥമ ശിക്ഷയാ. ശിഷ്യൻ വിജയൻ, ശിക്ഷ വിജയന്റെ ഭാര്യ. പിന്നെ വിജയൻ അറിഞ്ഞും അറിയാതെയൊക്കെ ഞാൻ ദർശനം കൊടുക്കലോ തുടങ്ങി. ഇനി ഉൾവിളിണ്ടായി. ഉള്ളൂല് 2 കുട്ടികളെ പറ്റില്ലോ. ബിനാമി 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 എന്താ ബിനാമി? കുട്ടികളെ തന്നെ അവര് പോയി. പിന്നെ അവൾക്ക് എന്നോടുള്ള ഇൻവോൾവ്മെന്റിന്റെ പേരിൽ അവൾക്ക് സ്വന്തമായിട്ട് ഒരു മഠം എടുത്തു കൊടുക്കുകയാണ്, ഒറ്റക്കാൽ മഠം. അതെന്താ 2 കാലില്ലാണ്ട്? 2 കാലിലായിരുന്നു പണിതത്. ഉദ്ഘാടന ദിവസം മഴ ചെയ്ത് 1 കാല് വീണു. ഒറ്റക്കാലിൽ നിൽക്കുക സിമെന്റിന്റെ കുളം കൊണ്ട്. നാട്ടുകാരെ വിചാരം എന്റെ തനിക്ക് ഈ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം എന്താണ്? തോന്നിയാസം പറയരുത്. തോന്നിയാസം അല്ല, ബ്രഹ്മചാരി പട്ടം കെട്ടിയ ഒരാളോട് സ്ത്രീകളുടെ ബന്ധം ചോദിക്കുക. 98 96 ബ്രഹ്മചാരി പട്ടം കെട്ടിയ ആളല്ലേ ഞാൻ. നിനക്കോ? സ്ത്രീകളായിട്ട് ഒരിടപാടില്ല. ഒരിടപാടില്ല. ഇതിനു മുമ്പേ തനിക്ക് ഒരു ഭാര്യയും 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, സത്യം എന്ന് പറഞ്ഞാല് ഓർമ്മയില്ലല്ലോ. സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ പഴയ കാലം ഓർമ്മ ഉണ്ടാവില്ല. പണ്ടത്തെ ആരും ഓർമ്മ ഉണ്ടാവില്ല. ഒന്നും ഞാൻ ആർക്ക് പൈസ കൊടുക്കാണ്ടെങ്കിലും ഓർമ്മ ഉണ്ടാവില്ല. തനിക്കാരും കാശ് തരാനുണ്ടെങ്കിലോ? നല്ല ആളാ, ഞാൻ വീട്ടിൽ പോയി വാങ്ങാൻ. അല്ല, ആദ്യത്തെ ഭാര്യ 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞല്ലോ. 2 കുട്ടികൾ. 2 കുട്ടികളായിട്ടുള്ള ബന്ധം എന്താ? മക്കളായിട്ടുള്ള ബന്ധം കണ്ടാലടിയാ. ഞാൻ പറയുന്നത് കേൾക്കൂ സാർ. മക്കളെ എന്നെ അടിക്കൂ. ചെലവിന് പൈസ കൊടുക്കാൻ ഞാൻ മക്കളെ അടിക്കൂല. കാണോടത്ത് കല്ലെടുത്ത് എറിഞ്ഞ് വായിപ്പിക്കും. ഒറാച്ചാൻ അറിയാണ്ട്. ഈ അടുത്ത് മൂത്ത കുറക്കൻ്റെ അടി കിട്ടിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. കാരണം എന്താ? നിസാര പ്രശ്നം, ഒരു പ്രശ്നമില്ല. ഞാൻ പുലർച്ചയ്ക്ക് പപ്പടം വിജയന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുക. ചില വെള്ളിയാഴ്ചകളിൽ എനിക്ക് ഒരു പുലച്ചാതി പൂജ. അല്ല, പുലർച്ചയ്ക്കുള്ള ആ പുലർച്ചയ്ക്ക് ഇങ്ങനെ പോകുമ്പോ എന്റെ വീട്ടിന്റെ പിന്നിൽ കൂടെ പോകണം. അപ്പൊ എന്നെ അറിയരുതല്ലോ എന്റെ വീട്ടുകാര്. അപ്പൊ ഞാനൊരു പുതപ്പ് ഇട്ട് പുതച്ചു. ഇങ്ങനെ പോകുമ്പോ മൂത്ത മകൻ ഉറങ്ങിയിട്ടില്ല. അവൻ ജനവാലിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോണ്ട് ഒരു രൂപം അങ്ങനെ നടന്നു പോണു. അവൻ ചോദിച്ചു ആരായി? അപ്പൊ ഞാനുള്ള കാര്യം പറഞ്ഞു എന്റെ അച്ഛനാട്ടാന്നു. ഇവൻ തെറ്റിദ്ധരിച്ച് അടീനെ പറിച്ച് അടിച്ച് പഞ്ചറായി കഴിഞ്ഞു. പക്ഷേ ഇവൻ ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് അറിഞ്ഞില്ല. നീ ബ്ലാക്ക് ബെൽറ്റ്? നീ ബ്ലാക്ക് ബെൽറ്റ് അല്ല, ബ്ലാക്ക് ബെൽറ്റ് പറഞ്ഞ 2 എണ്ണം ഉണ്ടല്ലോ. ഒന്ന് കൊടുക്കണമുണ്ട് കിട്ടണമുണ്ട്. കിട്ടണാലോ ബ്ലാക്ക് ബെൽറ്റ്. നിന്നെ പറ്റിയ ഒരു സംഭവം കേട്ടല്ലോ. നീ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാറുണ്ടെന്ന്. അത് സാർ നിസാര ഒരു സംഭവമാണ്. ഇപ്പൊ ഇന്ത്യയിലെ വലിയ വലിയ കമ്പനികൾ RMP, MFP, LLP ഒക്കെ അങ്ങനത്തെ കമ്പനികളുണ്ടല്ലോ. അവർക്ക് എന്നൊക്കെ പറഞ്ഞാല് കണ്ടമാനം റെപ്രസെന്റേറ്റീവ് ഉണ്ട്. അതിലും കൂടുതൽ റെപ്രസെന്റേറ്റീവ് എന്റെ മഠത്തിലുണ്ട്. എന്ന് വെച്ചാൽ രാവിലെ ആയി കഴിഞ്ഞാൽ റെപ്രസെന്റേറ്റീവുകൾ ഓരോ പരിസരങ്ങളിലേക്ക് പോവുക. ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് കയറിയിട്ട് ചോദിക്കും, അല്ല നിങ്ങൾ അച്ഛന് സുഖമില്ലല്ലേ? അപ്പൊ അവര് പറഞ്ഞു അതെ. എന്ത് എന്നിട്ട് ഏത് ഡോക്ടറെ കാണിച്ചു? ഞങ്ങളവിടെ ദയാന്ന ഡോക്ടറെ. അതുകൊണ്ടൊന്നും നന്നാവൂല. ഇങ്ങനെ എന്റെ അച്ഛനും കൊണ്ടുവരുന്ന വഷളായത് ഞങ്ങള് ഒരു മരുന്നൊരുത്തരും പൊലിക്കുന്നില്ല. അങ്ങനെയാണ് ഞങ്ങള് ഒരു മഠത്തിലുണ്ട് സദാസമയ ഗഞ്ചത്തിൽപ്പെടി സ്വാമികളെ കാണിച്ചത്.
പിന്നെ ഇതുവരെ ഈ അസുഖം വന്നിട്ടില്ല എന്ന് പറയും. അപ്പോൾ അവിടെ കൂടി റെപ്രസെന്റേറ്റീവ് എനിക്ക് വിളിച്ച് പറയും, ഈ കിഴക്ക് ഭാഗത്തൊരു കുളമുണ്ട്, ഈ ഭാഗത്ത് ക്ഷേത്രമുണ്ട്, വാതിൽ മുന്നിൽ കൂടിയാണ്, ബാക്കിൽ കൂടെ വരുന്ന വഴി ഒക്കെ വിളിച്ചു പറഞ്ഞാൽ എൻ്റെ ഇത് കറക്റ്റായി. പിന്നെ അവർ ഈ രോഗിനായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ ഞാനൊരു ചോദ്യം അങ്ങോട്ട് എറിയും, അച്ഛന് സുഖമില്ല അല്ലേ? അതോടുകൂടി ആ കൂടെയുള്ള ബന്ധുക്കാർ പറയും, സ്വാമിയേ എങ്ങനെ അറിഞ്ഞു നിങ്ങള്? അച്ഛൻ കരയുമ്പോ ഞാനൊരു കോഴിയായിട്ട് മുറ്റത്ത് നടന്നിരുന്നല്ലോ എന്ന് പറയും. അപ്പൊ നീ കോഴിയാവാറുണ്ടോ? കോഴിയില്ലാത്ത വീടുണ്ട്. കോഴിയാവും ഞാൻ, കോഴിയാവും. അതെങ്ങനെ? കാരണം ഞങ്ങൾ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട സമുദായക്കാരാണ്. ഞങ്ങൾ ഒടിയൻ മറിയ എന്ന് പറയുന്നവരുണ്ട്. ഒടിയൻ ഒടിയൻ മറിയ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ പശുവും പശു മോർഫിംഗ് സിസ്റ്റം പെട്ടെന്ന് കാളയാവും. എന്ത് മൃഗം എനിക്കാവും. എല്ലാം ആവാൻ പറ്റും. എന്റെ അച്ഛനായിട്ടുണ്ട്, എന്റെ അച്ഛന്റെ അച്ഛനായിട്ടുണ്ട്. ഇനി എന്റെ മകനാണെങ്കിൽ നീ പെട്ടെന്ന് ഒരു പോത്താവും പറ്റും. എനിക്ക് എപ്പോ ഇപ്പൊ സമയത്തിലേ ഇപ്പൊ സമയം 4 മണി. 4 മണിക്കാവണ്ടാന്ന്. കാരണം കുട്ടികൾ സ്കൂൾ വിട്ടിട്ട് വരുന്നതാണ്. ഞാൻ കാളിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുമ്പോഴേ കുട്ടികൾ തട്ടി തട്ടി വിടൂല. നീ എല്ലാം മൃഗവും എല്ലാം ഏത് വേണയാവും. അങ്ങനെയാണെങ്കിൽ തനിക്കൊരു നായാവാൻ പറ്റും. നായ ഞാൻ ആവേയില്ല. ഒരു പ്രാവശ്യം നായായിട്ട് ഞാൻ കുടുങ്ങിപ്പോയി. നായായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷന് മുമ്പിലൊക്കെ ആയിരുന്നു ഒടിയൻ പറഞ്ഞിട്ട്. നായായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്നാണ് കോർപ്പറേഷന്റെ വണ്ടി വന്ന് ഭ്രാന്തായിക്കളെ പിടിച്ചുകൊണ്ട് പോകുന്നത്. എന്റെ കയ്യിൽ ഇട്ടു കോർപ്പറേഷൻ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ എന്റെ ഏട്ടൻ തിരിച്ചറിയൽ കാർഡൊക്കെ കൊണ്ടുവന്നിട്ടാണ് മനുഷ്യനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നത്. ഈ നായാവില്ല. അപ്പൊ നിനക്ക് സുഖമാണല്ലോടാ. വല്ല ജ്വല്ലറി ഒക്കെ മോഷ്ടിക്കാൻ, വല്ല എലിയോ പൂച്ചയോ ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആഭരണങ്ങൾ മോഷ്ടിച്ചൂടെ? അയ്യേ, ഈ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാത്ത കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇത് നമ്മൾ ഏറ്റവും കുടുങ്ങിയ ഒരു സമയത്ത് അത് നമ്മൾ വല്ലാത്തൊരു ആപൽഘട്ടം വന്നാൽ മാത്രമേ ഈ ആവാൻ പറ്റുള്ളൂ. ഇതിനു മുമ്പേ വല്ല സ്ഥലത്തും കുടുങ്ങിയിരുന്നു? ഒരു സ്ഥലത്തായിട്ട്. എവിടെ? അതായത് ഞങ്ങൾ ഒരു 10-25 സെന്റ് ഭൂമിയുണ്ട് എനിക്ക്. അത് എന്റെ ഏട്ടനും അമ്മയ്ക്കും അനിയന്മാർക്കൊന്നും കൊടുക്കാതെ മൊത്തം ഞാൻ വെട്ടിപ്പിടിച്ചു. അപ്പൊ വീട്ടുകാര് എന്നോട് ഭയങ്കര ദേഷ്യം. ഒരു ദിവസം ഞാൻ എന്റെ ഭാര്യ ഇങ്ങനെ കിടന്നുറങ്ങുമ്പം 2-2:30 മണിക്ക് ഭാര്യ പറഞ്ഞു, കുറുക്കേട്ടാ ഒന്ന് മേലോട്ട് നോക്കു പറഞ്ഞു. നോക്കും ഒരു വണ്ട് അടിക്കുക, റൗണ്ട് അടിക്കുക. സൂക്ഷിച്ചു നോക്കി, വണ്ടല്ല. പിന്നെ ഒടിയൻ പറഞ്ഞതാ. എന്റെ ഏട്ടന്റെ മോ അനിയായി. വണ്ടായിട്ടോ? അത് നിനക്കെങ്ങനെ മനസ്സിലായിട്ട് അത് അനിയാന്ന്? അത് ഒടിയൻ പറഞ്ഞാലും മുഖം മാറൂല. അനി സ്പെക്സ് ഇടും, പണ്ട് സ്പെക്സ് ഇടും. അനിയാണ് കൊന്നു ഇറടാന്ന് പറഞ്ഞ് ഇങ്ങനെ വരലും. ഞാൻ പതുക്കെ 4 ഭാഗത്ത് ഓടുമ്പോ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. എങ്ങനെ രക്ഷപ്പെടും? രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. ഒരു മാർഗമില്ല. ചത്ത് എന്നുള്ളൊരു ഘട്ടം വന്നപ്പം അപ്പൊ താനെന്ത് ചെയ്തു? ഞാൻ പെട്ടെന്ന് നോക്കുമ്പോഴേ ജനവാലിന്റെ ഗ്രിൽസ് അതിന്റെ ഉള്ളിൽ കൂടെ തുമ്പിയായിട്ട് നീ പോയോ? തുമ്പിയായിട്ട് പറഞ്ഞോ? ഭയങ്കര സംഭവം കേട്ടോ. എന്താടാ നിന്റെ തോളിലൊരു സഞ്ചിയൊക്കെ തൂക്കിയത്? ശരി, സന്യാസിമാര് പുറത്തു ഇടുന്നതിന്റെ പേര് സഞ്ചീന. എന്താ മാവേലിച്ചോർന്ന സാധനമായിട്ട് വരിക? പിന്നെന്താ സന്യാസിമാര് പുറത്തു ഇടുന്ന സാധനത്തിന്റെ പേരെന്താ? എന്താ എന്താ എന്താ? ബാണം. വാണോ? ഭാണ്ഡം. എന്താണ് അതിൽ വല്ല ബോംബോ മറ്റോ സാധനങ്ങൾ വെട്ട് കത്തിയോട്ടാണോ? ഒന്നുമില്ല. പിന്നെന്താ? ഇത് വേറെ ഒരു കാര്യമൊന്നുമില്ല. ഇതിന്റെ ഉള്ളിലുള്ള എന്താ അറിയോ, നിങ്ങളെ മാതിരിയുള്ള ആരെങ്കിലും വന്ന് എന്നെ പിടിക്കുന്നു എനിക്കറിയാം കുറെ കാലമായിട്ട്. അപ്പൊ എവിടെയെങ്കിലും ഒളിച്ചു താമസിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം നാവ് അടിക്കുന്ന ഒരു കണ്ടെയ്നറും 2 ദിവസത്തെ മുണ്ടും പിന്നെ പല്ല് വെക്കുന്ന ബ്രഷും ഇതൊക്കെ തന്നെ ഉള്ളു സാർ. എന്നെ ഉപദ്രവിക്കില്ല. നീ ഒരുപാട് ഒടിയും അറിയില്ലേ? അത് ഇനിയും ആവും. എല്ലാ മൃഗങ്ങളും ആവൂലേ? എന്ത് വേണമെങ്കിൽ എന്ത് രൂപം വേണമെങ്കിൽ തനിക്ക് ആവും സാർ. എന്നാലും കുറച്ച് ഒടിയും അറിയാം. എനിക്കും അറിയാടാ. അറിയില്ല. ഞാൻ ജാക്കി ജാൻ ആവുന്ന അറിയാം. ഞാൻ ജാക്കി ജാൻ അവിടെ കാണണോ? ജാക്കി ജാൻ ആവണോ? ഒന്നാവട്ടെ. ഒന്നും കൊടുത്തേക്ക്.